ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്റ്റഡി വിത്ത് മീയിൽ ഞാനൊരു ചോദ്യവും അതിൻ്റെ ഓപ്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ കേരള PSCയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം അതിൻ്റെ 4 ഓപ്ഷൻസുമാണ്. ഇത് 4 ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ചോദ്യങ്ങൾ ഇപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. എന്തൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ, ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനകൾ, ശരിയല്ലാത്തത് ഏത്, ശരിയായവ ഏത്, ബന്ധപ്പെട്ടവ ഏത് എന്നൊക്കെയായിരിക്കുമല്ലോ ചോദ്യം. നമുക്കിന്നത്തെ ഈ ഒരു ചോദ്യം നോക്കാം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ, മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ടു. 2, മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപം അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. 4, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. അപ്പോൾ 4 പ്രസ്താവനകളാണ് നമുക്ക് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. ഈ 4 പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഈ 4 പ്രസ്താവനകളും മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കാണാതെ പഠിച്ചിരിക്കുക. മാപ്പിള കലാപം എന്ന പേരിലാണ് ഈ മലബാർ കലാപം അറിയപ്പെട്ടിരുന്നത്. മലബാർ സ്പെഷ്യൽ പോലീസിനെ ഈ കലാപം അടിച്ചമർത്താൻ രൂപീകരിച്ചിരുന്നു. കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെയാണ് നിയമിച്ചത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. ഓൾ ദി ബെസ്റ്റ് സ്റ്റുഡൻസ്.